നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. ചേച്ചി, പൂജമോൾ ഇങ്ങോട്ട് വന്നോ? ഇല്ല മോളെ, മുറിയില്ലേ? ഇല്ല, അവിടെ ഒന്നും കാണുന്നില്ല. അമ്മേ, പൂജ കണ്ടോ? അവൾ അകത്തില്ലേ? ഇല്ലമ്മേ, ഞാൻ കുറെ നേരമായിട്ട് നോക്കുന്നു. അർജുൻ എവിടെ ഉണ്ട്? അവൻ തലവേദനിക്കുന്നു പറഞ്ഞ് മുറിയിലിരിപ്പുണ്ട്. എന്നാ അവനോട് ചോദിക്കാമായിരുന്നില്ലേ? അവൻ വിചാരിച്ചു അവള് താഴെ ഉണ്ടെന്ന്. ആ, ദാ വരുന്നല്ലോ. പൂജ കണ്ടില്ല അമ്മേ? ഇല്ല മോനെ, ഇവിടെ എല്ലായിടും നോക്കി, കാണുന്നില്ല. ആരുടെ കാര്യ ചേച്ചി? പൂജയെ കുറെ നേരമായിട്ട് കാണുന്നില്ല. എവിടെ പോവാണെന്ന് ആരോടും പറഞ്ഞിട്ടുമില്ല. ഇനി വല്ല അമ്പലത്തിലോ മറ്റോ? ഈ നട്ടുച്ച നേരത്താണോ അമ്പലത്തിൽ പോകുന്നേ? പിന്നെ എവിടെ പോയി? ഈയിടെയായി പൂജയുടെ സ്വഭാവത്തിൽ ചില വ്യത്യാസങ്ങൾ കാണുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. എന്ത് വ്യത്യാസം? എന്നുവെച്ചാ പണ്ടില്ലാത്ത ചില സ്വഭാവങ്ങൾ, അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അവളുടെ കൂടെ താമസിക്കുന്ന എനിക്ക് തോന്നാത്ത വ്യത്യാസം വസന്തനങ്ങളിന് തോന്നാൻ കാരണം എന്താന്നാ ഞാൻ ചോദിച്ചത്. ആ, എന്താ അർജുൻ അങ്ങനെ ചോദിച്ചേ? വസന്തേട്ടന് വെറുതെ അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ. അല്ല, ഒരാൾക്കൊരു കുഴപ്പമുണ്ടെന്ന് പറയുമ്പോ അത് എന്തുകൊണ്ടാണെന്ന് പറയാനുള്ള ഉത്തരവാദിത്വം ഉണ്ടല്ലോ. അർജുൻ, പൂജയെ പറ്റി വെറുതെ കഥ പറഞ്ഞുണ്ടാക്കേണ്ട കാര്യമില്ലാന്ന് നിനക്കറിയാലോ. ഞാൻ പറഞ്ഞത് മുമ്പില്ലാത്ത ചില പ്രത്യേകതകൾ പൂജയുടെ സ്വഭാവത്തിൽ കാണുന്നുവെന്നാണ്. അത് സത്യവുമാണ്. നീ എന്തൊക്കെയാ പറയുന്നത് വസന്ത? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അമ്മേ, പണ്ടില്ലാത്ത പല ശീലങ്ങളും പൂജ ഇപ്പോ കാണിക്കുന്നുണ്ടെന്നാ ഞാൻ പറഞ്ഞത്. എന്നാ പിന്നെ അതെന്താണെന്ന് തെളിച്ചു പറഞ്ഞൂടെ? മുമ്പ് നിന്റെ ഭാര്യ പൂജ മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് ഒളിഞ്ഞു നോക്കാൻ ശ്രമിക്കുമായിരുന്നില്ല, ശരിയല്ലേ? അനാവശ്യം പറയരുത്. ഞാൻ പറഞ്ഞതല്ല, അവൾ കാണിച്ചതാണ്. അകത്ത മുറിയിൽ എന്താണ് സംസാരിക്കുന്നതെന്ന് പുറത്തു നിന്ന് ഒളിഞ്ഞു നോക്കുന്ന പൂജയെ ഞാൻ കണ്ടതാണ്. പൂജയുടെ ഭാഗത്തുനിന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്വഭാവം അത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പൂജ അങ്ങനെ ചെയ്യുമെന്ന്? അവള് ചിലപ്പോ യാദൃശ്യമായിട്ട് അവിടേക്ക് വന്നതാണെങ്കിലോ വസന്ത, അങ്ങനെ ആകാമല്ലോ. യാദർശികമായി വന്നുവിടുന്നതും മനഃപൂർവ്വം വന്ന് നിൽക്കുന്നതും കണ്ടാ തിരിച്ചറിയാൻ പറ്റില്ലേ അമ്മേ? അങ്കിളിപ്പോ എന്ത് പറഞ്ഞ് സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നത്? അയ്യോ അർജുനെ, ഞാനൊന്നും സ്ഥാപിക്കാൻ വേണ്ടിയല്ല. എനിക്ക് തോന്നിയ കുറെ സംശയങ്ങൾ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ആക്സിഡന്റിന് ശേഷം അവക്ക് എന്താ സംഭവിച്ചെന്ന് നമുക്കറിയില്ലല്ലോ. പക്ഷെ ഇപ്പൊ ആദ്യത്തെക്കാളും ഭേദമുണ്ട്. ആദ്യമൊക്കെ ആളുകളോട് ഇങ്ങനൊന്നും അല്ലല്ലോ പെരുമാറിയിരുന്നത്. അതെ, ഓരോ വ്യക്തികളും കടന്നു പോകുന്ന ട്രോമ വ്യത്യസ്ത രീതിയിലായിരിക്കും. നിങ്ങളെല്ലാവരും അവളുടെ പിന്നാലെ ഇങ്ങനെ വീക്ഷിക്കാൻ നടന്നു കഴിഞ്ഞാൽ കഷ്ടം കേട്ടോ. അർജുൻ പറഞ്ഞതുപോലെ നമ്മളാരും പിന്നാലെ നടന്ന് നിരീക്ഷിക്കേണ്ട കാര്യമില്ല. അവക്ക് എന്തൊക്കെ മാറ്റങ്ങളാ ഉണ്ടായിട്ടുള്ളതെന്ന് നേരിട്ട് തന്നെ കണ്ടു നോക്കാന്നല്ലേ ഉള്ളൂ. പൂജയല്ലേ ഇത്? ആ, അതെ, പൂജ തന്നെയാ.
നിങ്ങൾക്കാർക്കും ഒരു മാറ്റവും തോന്നുന്നില്ലെങ്കിൽ വസന്തേട്ടൻ പറഞ്ഞത് വെറുതെ ആണെന്ന് വിശ്വസിക്കാം അല്ലേ? എന്താ എല്ലാരും അന്തമിട്ട് നിൽക്കുന്നേ? എന്താ ചേട്ടാ? അല്ല മോളെ, ഈ വേഷം എന്തേ, നല്ലതല്ലേ? അയ്യോ, ഇതെന്താ പൂജ മോളെ ഇങ്ങനെ? എന്താ ഇതിന് കുഴപ്പം? അല്ല, മോളിങ്ങനെയൊന്നും ഉടുത്ത് കാണാറില്ലല്ലോ. എല്ലാ കാലത്തും ഒരുപോലെ നടക്കണമെന്ന് വല്ല നിയമമുണ്ടോ? അങ്ങനെ എഴുതി വെച്ചിട്ടൊന്നുമില്ലല്ലോ. അല്ല മോള് ചുരിദാറ് പോലും വല്ലപ്പോഴും മാത്രം ഉടുക്കുന്ന നീ ഇങ്ങനെ ജീൻസും ടോപ്പും ഒക്കെ ഇട്ട് കാണുമ്പോ കാണുന്നവർക്കൊക്കെ ഒരു അത്ഭുതം. അതുകൊണ്ടാ. ഇതിലൊക്കെ അത്ഭുതപ്പെടാൻ തുടങ്ങിയാ പിന്നെ അതിനേ നേരം കാണും. അപ്പൊ ഇതൊക്കെ വാങ്ങാനാണോ താൻ പോയത്? അല്ലാതെ പിന്നെ ഞാൻ നോക്കിയപ്പോ അജുവായിട്ട് നല്ല ഉറക്കായിരുന്നു. അതുകൊണ്ടാ പറയാതെ പോയത്. ഇവിടെ വേറെ ആൾക്കാരുണ്ടായിരുന്നല്ലോ, അവരോട് ആരോടെങ്കിലും പറയായിരുന്നു. എല്ലാരോടും പറഞ്ഞോ അനുവാദം ചോദിച്ചിട്ടും ഒക്കെ പോവാൻ ഞാനെന്താ വല്ല സ്കൂൾ കുട്ടിയാണോ അമ്മേ? അജുവേട്ടാ, അജുവിന് ഇഷ്ടായില്ലേ? ചേരുന്നുണ്ട് എനിക്ക്. ആ അങ്ങനെ പറ. ആ ഞങ്ങള് റൂമിലുണ്ടാവും അമ്മേ. ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വാ ചേട്ടാ. എനിക്ക് പതുക്കെ. ഇപ്പോഴും പൂജയ്ക്കൊരു വ്യത്യാസവും ഇല്ലെന്നാണോ നിങ്ങൾ പറയുന്നേ? എന്താ സംശയം? ശരിക്കും വേറെ ആളെ പോലുണ്ട്. അമ്മയ്ക്ക് എന്ത് തോന്നുന്നമ്മേ? അത് ഡ്രസ്സൊക്കെ ഓരോരുത്തർ ഇഷ്ടമല്ലേ മക്കളെ. ഓ, അതേക്കുറിച്ച് ഞാൻ എന്തു പറയാനാ. പക്ഷേ പൂജക്കുഞ്ഞിന് അത് നന്നായി ചേരുന്നുണ്ട് അല്ലേ മാതിരി മോളെ? പൂജ ജീൻസ് ഇട്ടപ്പോ എല്ലാവരും സപ്പോർട്ട്. പണ്ട് ഞാനൊരു ജീൻസും ടീഷർട്ടും ഇട്ടുകൊണ്ട് വന്നപ്പോ എന്തായിരുന്നു പുകില്? അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ? കണ്ണു പൊട്ടും പോലെ ചീത്തം പറഞ്ഞു അത് അപ്പൊ തന്നെ മാറ്റിച്ചു. അതിനൊരു കാരണം ഉണ്ടായിരുന്നു മധു. വസ്ത്രം ഉടുക്കുന്നത് നാണം മറയ്ക്കാനാ. നീ അന്ന് വാങ്ങിയ ജീൻസിന്റെ അവിടെ എവിടെയൊക്കെ കീറി അകം മുഴുവൻ പുറത്ത് കാണായിരുന്നു. അത്രത്തോളം ഫാഷൻ ഏതായാലും പൂജമോള് കാണിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് അതേ ചൊല്ലി ഇനി ഒരു ചർച്ച വേണ്ട, അല്ലേ മാധുരി? ചേച്ചി, അതെ, കള്ളത്തരമാണെങ്കിൽ ഇപ്പൊ തന്നെ പൊളിയും. ആൾമാറാട്ടം ആണെങ്കിലേ കള്ളി വെളിച്ചത്താവൂന്ന്. നീ എന്തു മധു ഈ പറയുന്നേ? എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ നമ്മളെ എല്ലാവരും പറ്റിച്ച് ആളാവുന്നത് സമ്മതിക്കാൻ പറ്റില്ലല്ലോ. ആരാളാവുന്ന കാര്യം നീ പറയുന്നേ? ചേച്ചിയുടെ മരുമകള് തന്നെ. ആര്? പൂജയോ? അല്ലാതെ സ്നേഹം ഇവിടെ ഇല്ലല്ലോ. വസന്തേട്ടൻ അവളുടെ കാര്യത്തില് നല്ല സംശയമുണ്ട്. വസന്തേട്ടൻ പറയുന്നത് ആക്സിഡന്റിന് മുമ്പ് ഇവിടുന്ന് പോയ പൂജയല്ല തിരിച്ചു വന്നതെന്നാ. നിങ്ങൾക്കൊക്കെ എന്താ മധു? എന്ത് വിചാരിച്ചാ നിങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്നീ പറയുന്നേ? എനിക്കറിയാം മാധുരി ചേച്ചി കേൾക്കുമ്പോ സമ്മതിക്കില്ലെന്ന്. പക്ഷെ വസന്തേട്ടൻ പറയുന്നത് കേൾക്കുമ്പോ എനിക്കും തോന്നുന്നുണ്ട് മാധുരി ചേച്ചി പഴയ പൂജയുടെ സ്വഭാവം അല്ല ഇവളുടേത്. വസന്തേട്ടൻ പറയുന്നതേ ഇത് പൂജ അല്ലെന്നാ. എന്റെ ഈശ്വര, നിങ്ങളൊക്കെ കൂടി എന്താ ഈ പറഞ്ഞുണ്ടാക്കുന്നത്? പൂജയോടല്ലേ എതിർപ്പോ വൈരാഗ്യം ഉണ്ടെങ്കിൽ അതിങ്ങനൊന്നും തീർക്കരുത് മധു. എനിക്കെന്ത് വൈരാഗ്യം മാധുരി ചേച്ചി? പോട്ടെ, എന്റെ കാര്യം വിട്. വസന്തേട്ടന് പൂജയോട് എന്ത് വൈരാഗ്യം ഉള്ളത്? എന്ത് കാര്യമായിരുന്നു വസന്തേട്ടന് പൂജ? അത് മാധുരി ചേച്ചിക്ക് അറിയാവുന്നല്ലേ? അപകടത്തിന് ശേഷം അവളുടെ മനോനിലയ്ക്ക് സാരമായിട്ട് എന്തോ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞതല്ലേ? അത് മനസ്സിലാക്കേണ്ടത് നമ്മളല്ലേ മധു? അതിനു പകരം അവള് വേറൊരാളാണെന്ന് വരുത്തി തീർത്ത് ഈ വീട്ടിൽ നിന്ന് ആട്ടിപ്പായിക്കാനാണോ നമ്മൾ നോക്കേണ്ടത്? എങ്കിലും അത് നമുക്ക് ഉറപ്പിക്കണ്ടേ മാധുരി ചേച്ചി? മാധുരി ചേച്ചിയോട് പോലും അവള് പെരുമാറുന്ന കണ്ടില്ലേ? എന്തൊക്കെയാ പറഞ്ഞുണ്ടാക്കുന്നത്?
എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ മധു, ഞാനതൊന്നും കാര്യമാക്കുന്നില്ല, മനസ്സിൽ കൊണ്ട് നടക്കുന്നുമില്ല. ശരി, സമ്മതിച്ചു. പക്ഷെ ക്ഷമിച്ചതും പുറത്തതും ഒരു ഫ്രോഡിനോടാണെന്ന് പിൽക്കാലത്ത് തോന്നിയാലോ? അത് ശരിയാണോ മാധുരി ചേച്ചി? നമ്മൾ പൊറുക്കുന്നതിന്റെയും വിശ്വസിക്കുന്നതിന്റെയും മറവില് നമ്മൾ തന്നെ ചതിക്കപ്പെടുവാണെങ്കിലോ? അത് കണ്ടുപിടിക്കേണ്ടതല്ലേ? ദേ മധു, നിർത്തിക്കേ. ഈ വക കാര്യങ്ങളെങ്ങാണ് അമ്മ അറിഞ്ഞാൽ എന്താ ഉണ്ടാവാൻ പോകുന്നതെന്ന് അറിയാലോ. ശ്ശെ, അതിന് പൂജയോട് ദേഷ്യപ്പെട്ടോ തർക്കിച്ചോ ചോദിച്ചാലേ പ്രശ്നമുള്ളൂ. അവള് തന്നെ ഇതൊക്കെ സ്വയം സമ്മതിക്കുകയാണെങ്കിലോ? അപ്പൊ തീർന്നില്ല എല്ലാം. അതിനുള്ളൊരു വഴിയായിട്ട് വസന്തേട്ടൻ അവളുടെ അടുത്തേക്ക് പോയിരിക്കുക. ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് മാധുരി ചേച്ചി നോക്കിക്കോ. നിങ്ങളിത് എന്തൊക്കെയാ കാണിക്കാൻ പോകുന്നത്? നമ്മളൊന്നും കാണിക്കാൻ പോകുന്നില്ല മാധുരി ചേച്ചി. അവള് പതറുന്നതും സത്യം തുറന്ന് സമ്മതിക്കുന്നതും കാണാൻ പോവാ. അത്രേ ഉള്ളൂ. അത് കാണണമെങ്കിലേ ചേച്ചി നേരിട്ട് വന്ന് നോക്ക്. വാ. പൂജ, ആശ്രമത്തിൽ ചിലവാക്കാൻ കരുതി വെച്ചിരുന്ന പണം തീർന്നു. അതിന് ഞാനെന്ത് വേണം? പണമില്ലെങ്കിൽ ദൈനംദിന ചെലവുകൾ മുന്നോട്ട് പോകില്ലല്ലോ. ബാങ്കിൽ നിന്ന് പണം എടുക്കാൻ ഈ ചെക്കൊന്ന് ഒപ്പിട്ട് തരണം. ഇത് വല്ലാത്തൊരു കുരുക്കായി പോയല്ലോ ഭഗവാനെ. അവളുടെ ഒപ്പ് ഞാനിനി എങ്ങനെ ഇടും? എന്താ ആലോചിക്കുന്നേ? ദൈവമേ. ഓ, അപ്പൊ എല്ലാരും കൂടി ചേർന്നുള്ള പരിപാടിയാണല്ലേ? ആദ്യമായിട്ടാണ് സ്വന്തം ഒപ്പ് ഓർത്തെടുക്കുന്ന ആളിനെ കാണുന്നത്. എന്താ, ഒപ്പ് മറന്നോ? ഇതുവരെ മനഃപൂർവ്വം പെടുത്താൻ ഉദ്ദേശിച്ച് തന്നെയാണ്. വേഗം ഒപ്പിട്, എനിക്ക് ബാങ്കിൽ പോണം. വസന്തരങ്ങളുടെ ഭയങ്കര ധൃതിയാണല്ലോ. കാശെടുത്തിട്ട് അത്യാവശ്യങ്ങളുണ്ട്. ഇങ്ങനെ ചില അത്യാവശ്യങ്ങളുണ്ടെന്ന് ഇന്ന് രാവിലെയാണോ അറിഞ്ഞത്? അല്ലല്ലോ അങ്കിളെ, ഇതിനൊക്കെ ഒരു രീതിയില്ലേ? എന്ത് രീതി? ആദ്യം കഴിഞ്ഞ മാസത്തെ കണക്കുകളൊക്കെ ഞാനൊന്ന് നോക്കട്ടെ. കണക്കുകളോ? എന്താ, ചെലവാക്കുന്നതിനൊന്നും കണക്കുകൾ എഴുതി വെക്കാറില്ലേ? അതോ ഞാൻ അപകടം പറ്റി കിടന്ന സമയത്ത് കണക്കില്ലാതെ ചെലവാക്കിയോ? അങ്ങനെയൊന്നുമില്ല. എന്നാ ചെന്ന ആദ്യം ആ കണക്ക് പുസ്തകം കൊണ്ടുവാ. എന്തേ, കണക്ക് പുസ്തകം ഇല്ലേ? ഉണ്ട്, കൊണ്ടുവരാം. എന്നാ അതാദ്യം കാണിക്കേ. കണക്കുകളൊക്കെ ഞാനും നോക്കട്ടെ, എന്നിട്ടാവാം പുതിയ ചെക്കിൽ ഒപ്പിടുന്നത്. എന്താ? ഒന്നുമില്ല. എന്നാ ശരി, പിടിച്ചോ. എന്തൊരു മാറണ എന്റെ ഈശ്വര. ഇനി അവളുടെ ഒപ്പ് ഞാൻ എങ്ങനെ പഠിക്കാനാ? അങ്ങനെ വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ കിട്ടുന്നില്ലല്ലോ.
അവളുടെ ഒപ്പ് പിടിക്കാൻ ഞാൻ ഇനി എന്ത് ചെയ്യണ്ട ഈശ്വര? ആരോടോ താൻ? എന്താ പ്രശ്നം? നീ ആരാടാ? നിനക്കെന്താ വേണ്ടത്? ഞാൻ ഈ വീട്ടിലെ ഇവരുടെ മകനാ. എന്താ നിങ്ങളുടെ പ്രശ്നം? എനിക്ക് പ്രശ്നം ദേ ഇവളുമായിട്ടാ. ഇവളാരാ നിങ്ങളെ? അല്ല, നിങ്ങൾക്ക് എങ്ങനെ ഇവളെ അറിയാം? ഇവളെയോ? ഇവളെ അടിവാരം മാർക്കറ്റിൽ തരികിടയും കൊണ്ട് നടന്നവളാ. എന്റെ അനിയന്റെ പള്ളക്ക് കത്തി കയറ്റി ആശുപത്രിയിലാക്കിയവളാ ഇവള്. തേടി നടക്കുകയായിരുന്നു ഞാനിതുവരെ. അതുകൊണ്ട് മര്യാദയ്ക്ക് ജീവിക്കുന്നവരുടെ വീട്ടിൽ കയറി ആക്രമിക്കാൻ വരുന്നോ? കൊച്ചനെ, കേറി ഉടക്കാൻ വരില്ലേ? വീട്ടിൽ കയറി ഉടക്കാൻ വന്നാ തിരിച്ചു ചെയ്യാതിരിക്കാൻ പറ്റുമോ ചേട്ടാ? നിങ്ങൾ ഇവളെ ഇവിടുന്ന് കൊണ്ടുപോകുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. പക്ഷേ നിങ്ങൾ ഇവളെ കൊണ്ടുപോയിട്ട് നാളെ എന്തെങ്കിലും പ്രശ്നം പറ്റിയാ ഈ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി എന്നതിനാൽ ഞങ്ങളും കുടുങ്ങും. അതുകൊണ്ട് ചേട്ടനൊരു കാര്യം ചെയ്യ്, പോയി പോലീസിൽ അറിയിക്കുക. എന്നിട്ട് അവരെയും കൊണ്ടുപോവാ. അനിയനെ ആക്രമിച്ചത് ഇവളാണെങ്കിൽ അവര് കൊണ്ടുപോയിക്കോട്ടെ ഇവളെ. എന്താ അതുപോരെ? എന്നാ ചേട്ടൻ ചെല്ല് തൽക്കാലം. ഇവളുമായിട്ടുള്ള ഒരു കണക്കും ഷാജി പോലീസ് സ്റ്റേഷനിൽ വെച്ച് തീർത്തിട്ടില്ല. അതുകൊണ്ട് ഇത് നേരിട്ട് തന്നെ തീർത്തോളാം. ആയിക്കോട്ടെ, പക്ഷേ അത് എന്റെ വീട്ടിൽ വെച്ച് നടക്കില്ല. ചേട്ടൻ ചെല്ല്. നിങ്ങൾ ഇവളെയും കൊണ്ട് അകത്തേക്ക് പോകാൻ നോക്കുന്നല്ലേ? വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ നിൽക്കാതെ. ചേട്ടൻ ചെല്ല്. കാര്യങ്ങൾ എന്താണെന്ന് ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ചെല്ല് ചേട്ടാ, ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വഴിയുണ്ടാക്കാന്നേ. ഞാനിപ്പോ പോവാം. പക്ഷെ എന്റെ അനിയൻ എന്തെങ്കിലും പറ്റിയാ സകല എണ്ണത്തിനെയും കൊണ്ട് ഞാൻ കണക്ക് പറയിപ്പിക്കും. വണ്ടി എടുക്കടാ. ഓ, അത് ശരി. അപ്പൊ അയാള് വന്നത് നിന്റെ പ്ലാൻ ആയിരുന്നു അല്ലേ? എന്റെ പ്ലാനോ? നീ പെരുങ്കള്ളനായിരിക്കും, പക്ഷേ ആ കള്ളന് കഞ്ഞി വെച്ചനാടാ ഞാൻ. അത് നീ മറക്കരുത്. അവളുടെ കഴിഞ്ഞ കാലം വലിച്ചു പുറത്തിടാനാണോ നീ ഇതൊക്കെ ചെയ്തത്? അതെന്തിനായാലും നിങ്ങളിപ്പോ അറിയണ്ട. ആയിക്കോട്ടെ. പക്ഷേ ഇനി ഇങ്ങനെയുള്ളൊരു വീട്ടിലേക്ക് പറഞ്ഞു വിടുമ്പോ ബാക്കിയുള്ളവരെ കൂടി ഒന്ന് അറിയിക്കണം. വെറുതെ മുന്നിൽ ചെന്ന് കഴുത്തുള്ളിക്കാൻ നിൽക്കണ്ടല്ലോ. അതുകൊണ്ട് പറഞ്ഞതാ. ആരാ മോളെ അത്? അറിയാങ്കി മോള് പറ. എനിക്കറിയില്ല അമ്മ, ഞാൻ ആദ്യമായിട്ട് കാണുക അയാളെ. പക്ഷേ അയാള് പറയുന്നത് കേൾക്കുമ്പോ മോളെ നേരത്തെ അറിയാവുന്നത് പോലെയാണല്ലോ. എന്റെ മുമ്പുള്ള ജീവിതത്തിൽ ആരൊക്കെ എനിക്കുണ്ടായിരുന്നെന്നോ ആരുടെ ഒപ്പമാണ് ഞാൻ ജീവിച്ചതെന്നോ എനിക്കറിയില്ലമ്മേ. പക്ഷെ ഒന്ന് മാത്രം പറയാം, ഇങ്ങനൊരാളുമായിട്ട് എനിക്ക് പരിചയം ഉണ്ടാവാൻ ഒരു സാധ്യതയില്ലമ്മേ. ഒരാളെ തല്ലുന്നതിനെ പറ്റിയോ അയാളുടെ ശരീരത്തെ മുറിവുണ്ടാക്കുന്നതിനെ പറ്റിയോ എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. ആലോചിക്കാനായിരിക്കും തടസ്സം, ചെയ്യാൻ അറപ്പുണ്ടാവില്ല അല്ലേ? ഒരു കാര്യം ഉറപ്പാ, ഇവൾ നിങ്ങളെല്ലാവരും വിചാരിക്കുന്ന പോലെ വായിൽ വിരലിട്ടാൽ പോലും കടിക്കാത്ത ഒരു പാവമൊന്നുമല്ല. ആ വന്നയാള് വെറുതെ വന്നതുമല്ല. അയാള് പറഞ്ഞത് ശരി തന്നെയാ അച്ഛാ. അയാളുടെ അനിയനെ ഇവള് കുത്തി പരിക്കേൽപ്പിച്ച് ആശുപത്രിയിലാക്കിയത് തന്നെയാ. അയ്യോ, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഇല്ലെന്ന് ഉറപ്പോടെ എങ്ങനെ പറ്റും? നിനക്ക് നിന്റെ ഭൂതകാലത്തെ പറ്റി വിവരമില്ലെന്നല്ലേ പറഞ്ഞത്? അതുകൊണ്ട് നിങ്ങളെപ്പോലെ എന്തും ചെയ്യാനും പറയാനും അറപ്പില്ലാത്തവളാണ് ഇവളെന്നാണോ അർത്ഥം? എന്റെ മകൾക്ക് അവന് അറിയില്ലെന്ന് പറഞ്ഞ അതിനർത്ഥം അറിയില്ലെന്ന് തന്നെയാ. ഇത്രയും ദിവസം കൊണ്ട് ഇവൾ എന്തൊക്കെ പറയും ചെയ്യും എന്നതിനെ പറ്റി ഏകദേശം എനിക്കൊരു ധാരണയുണ്ട്. അയാള് വന്ന് പറഞ്ഞ ഒരു ജീവിതം ജീവിക്കാൻ എന്റെ മോൾക്ക് ഒരു കാലത്തും പറ്റില്ല. അതെനിക്ക് ഉറപ്പാ. ഓഹോ, അത്ര ഉറപ്പാണോ? അതെ, ഉറപ്പാ. എന്നാലേ ദേ ഇതൊന്ന് കാണു.
ഇനി പറ, മോൾ അത്രയ്ക്ക് വിശുദ്ധയാണോന്ന്? അത് ഞാൻ. ഓഹോ, ഇനി നീ അല്ലെന്നാവും. പറഞ്ഞൊഴിയാൻ എളുപ്പമായിരിക്കും. പക്ഷേ ലോകത്തിൽ ആരുടെ മുന്നിൽ കാണിച്ചാലും ഇത് നീ അല്ലെന്ന് പറയണമെങ്കിൽ അവരത്രയ്ക്കും കണ്ണുപൊട്ടന്മാരായിരിക്കണം. തെരുവിൽ കിടന്ന് അടിയും കൂടി തെരുവ് പെണ്ണുങ്ങളെ പോലെ ജീവിച്ചും കഴിഞ്ഞ നീ ആ ജീവിതം മറച്ചുവെച്ച് ഇവിടെ കടന്നുകൂടിയതിന്റെ കാരണം ഞങ്ങൾക്കറിയാത്തതൊന്നുമല്ല. ഈ തള്ളയുടെ മുന്നിൽ നല്ല പിള്ള ചമഞ്ഞ് ചുളുവിൽ അങ്ങനെ എല്ലാം തട്ടിയെടുക്കാന്നാണ് നിന്റെ വിചാരമെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല മോളെ. മര്യാദയ്ക്ക് ആ മുദ്രപത്രത്തിൽ ഒപ്പിട്ട് ഇറങ്ങിപ്പോയാൽ നിനക്ക് കൊള്ളാം. അല്ലെങ്കിലേ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിപ്പോയ ഗുണ്ടയായിരിക്കില്ല, ഞങ്ങൾ തന്നെയായിരിക്കും നിന്റെ കഴിഞ്ഞ കാലത്തിന്റെ പേരിൽ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാൻ പോകുന്നത്. എന്നാ നീ ചെല്ലടാ, ചെന്ന് പോലീസിനെ വിളിച്ചോണ്ടോ. എന്തിന് ഇവളെ മാത്രം ആക്കണം? മയക്കുമരുന്നിന്റെ ഉപയോഗത്തിനും അതിന്റെ കാരിയറായി നടക്കുന്നതിന്റെ പേരിൽ ഞാൻ നിന്നെ അറസ്റ്റ് ചെയ്യിപ്പിച്ചോളാം. ഗാർഹിക പീഡനത്തിന് ദാ ഈ നിൽക്കുന്ന നിന്റെ തന്തയും. എന്താ മതിയോ? നീയൊക്കെ എവിടെ നിന്നോ കൊണ്ടുവരുന്ന വീഡിയോയും തട്ടിപ്പ് തെളിവുകളും വെച്ച് ഞാൻ എന്റെ മകളെ അവിശ്വസിക്കാൻ പോകുന്നില്ല. പിന്നെ നീ വീഡിയോ കാണിച്ചപ്പോ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഇങ്ങോട്ട് കേറി വന്ന ആ തെമ്മാടി വെറുതെ തേടി പിടിച്ചു വന്നതല്ല, നീ പോയി കൂട്ടിക്കൊണ്ടുവന്നതാ. ഇനി എന്റെ റാണിമോള് മുമ്പ് അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നെന്ന് നീ വിചാരിക്കും. എനിക്കതൊരു പ്രശ്നമേ അല്ലെങ്കിലോ. ഇവൾക്ക് പോലും ഓർമ്മയില്ലാത്ത ഇവളുടെ ഭൂതകാലത്തെ പറ്റി ഞാൻ എന്തിനാടാ വിഷമിക്കുന്നേ? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കണ്ടപ്പോ മുതലുള്ള സ്വഭാവമാണ് പ്രധാനം. എന്റെ മക്കൾ എന്നോടും കുടുംബത്തോടും എങ്ങനെയായിരിക്കണം പെരുമാറേണ്ടത് എന്ന് എന്റെ ആഗ്രഹം പോലെ പെരുമാറിയത് ഇവളാ. നീ ഫോണിൽ കാണിച്ചു തന്ന പോലൊരു പെണ്ണിന് എത്ര അഭിനയിക്കാൻ ശ്രമിച്ചാലും എന്റെ റാണി മോളെ പോലെ പെരുമാറാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാ, ഇത് നീ ഏതെങ്കിലും കമ്പ്യൂട്ടർ ഷോപ്പിൽ പോയി ഉണ്ടാക്കിയെടുത്തതായിരിക്കും. നിർത്തടാ, അങ്ങനെ അല്ലല്ലോ നീ വിളിക്കാറുള്ളത്. ഇപ്പോ നിന്റെ പക്ഷം ന്യായീകരിക്കാനും എന്നെ ബോധിപ്പിക്കാനും വേണ്ടി തള്ള എന്ന പേര് മാറ്റി അമ്മ എന്നാക്കണ്ട. അങ്ങനെ സ്നേഹത്തോടെ വിളിക്കാൻ പറ്റുന്ന ആളുകൾ മാത്രം എന്നെ അങ്ങനെ വിളിച്ചാ മതി. അതിന് ഇപ്പൊ എനിക്കൊരാളുണ്ട്, റാണി. പിന്നെ ഗുണ്ടകളെ കൊണ്ടുവന്ന് ഭീഷണിപ്പെടുത്തിയും ഇമാതിരി കള്ളത്തെളിവുകൾ ഹാജരാക്കിയും ഇവളുടെ ഒപ്പ് വാങ്ങിയെടുക്കാനാണ് ഉദ്ദേശമെങ്കിൽ അത് നടക്കില്ല. പറയുന്നത് ഞാനാ, ഈ വീടിന്റെയും പറമ്പിന്റെയും യഥാർത്ഥ അവകാശിയായ ഞാൻ. എനിക്കറിയാം ഇനി ഇതെന്ത് ചെയ്യണമെന്ന്. വാ മോളെ. മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്ന് കേട്ടിട്ടുണ്ട്. ഇതിപ്പോ അമ്മയും ചാരി നിന്നവൾ മണ്ണും കൊണ്ട് പോകും തോന്നുന്നുടാ. ഇതൊന്നും കണ്ട് മോള് പേടിക്കണ്ട കേട്ടോ. ഇനിയും ഇതിലും വലിയ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാവും. അതൊന്നും മോള് ബാധിക്കുന്നതല്ല എന്ന് കരുതിയാ മതി. അമ്മ ഇപ്പൊ വരാം. അമ്മ, ആ മനുഷ്യൻ ഇനി ശരിക്കും എന്നെ തന്നെ അന്വേഷിച്ചു വന്നതാവോ? എന്റെ മക്കളുടെ കള്ളത്തരം എന്നോളം അറിയാവുന്ന വേറെ ആരുമില്ല മോളെ. അതൊരിക്കലും നിന്നെ അന്വേഷിച്ചു വന്ന ആളല്ല. അയാളെ അഭിജിത്ത് കൂട്ടിക്കൊണ്ടു വന്നതാ. എനിക്കത് ഉറപ്പാ. മോള് സമാധാനായിട്ടിരിക്കെ. മോളെ, ഇനി അങ്ങനൊരു പാസ്റ്റ് നിനക്കുണ്ടെങ്കിലും അമ്മയ്ക്കത് അറിയണ്ട. എന്റെ മുന്നിൽ ഇപ്പോഴുള്ള ഈ കുട്ടിയാണ് അമ്മയുടെ മകൾ. അത്രയുള്ളൂ. ഞാൻ ഇപ്പൊ വരാം മോളെ. ഇനി അഥവാ അയാൾ എന്നെ തന്നെ അന്വേഷിച്ചു വന്നതാണെങ്കിൽ, ആ വീഡിയോയിൽ കണ്ടത് ഞാൻ തന്നെയാണെങ്കിൽ ശരിക്കും ഞാൻ ആരാ?
പ്രായത്തിൽ നേരെ വ്യത്യാസം ഒഴിച്ചാ അത്ര പെട്ടെന്നൊന്നും ആരും കണ്ടുപിടിക്കുകയോ തിരിച്ചറിയോ ചെയ്യില്ലെന്ന് ഉറപ്പാ. എന്നിട്ടും വസന്തൻ അങ്കിളിന് എന്നെ പറ്റി സംശയം തോന്നാനുള്ള കാരണം എന്താ? അത് മധുമിതയും വിശ്വസിക്കാൻ തുടങ്ങിയിരിക്കുന്നു. സൂക്ഷിക്കണം. പക്ഷേ സംശയം തോന്നിയ സ്ഥിതിക്ക് ഇനി ആ കണ്ണുവെച്ച് അവരെന്നെ കാണാൻ തുടങ്ങും. അതുകൊണ്ട് കൂടുതൽ സംശയങ്ങൾക്ക് ഇട കൊടുക്കും മുമ്പ് പൂജയ്ക്കുള്ളതെല്ലാം തരപ്പെടുത്തി ഇവിടെ നിന്ന് മുങ്ങാൻ സാധിക്കണം. പൂജ, 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 പൂജ. എന്താ ആന്റി? എന്താ മുറിക്കകത്ത് കഥ അടച്ചിരിക്കുന്നെ? അർജുൻ കാത്തിരിക്കുന്നു. വേഗം ഹാളിലേക്ക് വരാൻ പറഞ്ഞു. ദേ വരുന്ന ആന്റി. എന്താണാവോ ഇത്ര അത്യാവശ്യത്തില്? വാഷ്റൂമിലാണെന്നാ തോന്നുന്നത്. ഇപ്പൊ വരും. ഇനി ഞാൻ പണ്ട് ജീവിച്ചിരുന്ന സ്ഥലത്ത് വല്ല തെളിവോ മറ്റോ കണ്ടെത്തി കാണുമോ? അതും കാണിച്ച് ചോദ്യം ചെയ്യാനായിരിക്കും. എന്തായാലും ഇവിടെ ഇനി അധിക കാലം നിൽക്കാനാവും തോന്നുന്നില്ല.